പണ്ട് അച്ഛൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അമ്മ, ഞങ്ങൾ അമ്മച്ചിയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അമ്മച്ചിയമ്മ ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പൂവൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് വാതിക്കൽ. എന്തിനാണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അന്നത് കണ്ട് മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞങ്ങൾ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ ശീലം ഞാൻ കൊണ്ടുവന്നുണ്ട്. ഒരു ചെറിയ മൊന്തയിൽ വെള്ളം നിറയ്ക്കും, അതിനകത്ത് പുഷ്പങ്ങളിട്ട് പടിയിൽ വെക്കും. അതൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ പിന്നിൽ ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ ഹൗസിന് കിട്ടുക എന്നുള്ളൊരു ഇതായിരിക്കാം. പക്ഷെ ഞാനത് മാക്സിമം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതിൽ വെള്ളം നിറച്ച് പുഷ്പങ്ങളിട്ട് വയ്ക്കാറുണ്ട്. അതിൻ്റെ പിന്നിൽ പഴയ പല ആചാരങ്ങളും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളൊക്കെ ആണെന്നൊക്കെ പറയപ്പെടുമെങ്കിലും ചിലതിനൊക്കെ സയൻറ്റിഫിക്കായിട്ട് പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് പിന്നിലൊക്കെ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും കേട്ടോ. പഴമക്കാർ പറയുന്നതിൽ എല്ലാം വസ്തുനിഷ്ഠമാണെന്നല്ല, എന്നാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നല്ലത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പുഷ്പങ്ങൾ വെക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നവർ പറയണേ. അമ്മൂമ്മയുണ്ട് ചോദിക്കാൻ, പക്ഷെ അമ്മൂമ്മയ്ക്കിപ്പോൾ ചോദിച്ചാൽ അറിയോ എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയൊക്കെ കുറഞ്ഞിരിക്കുകയെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ എൻ്റെ ചെടികളെ കൂടെ കാണിക്കാമെന്ന് കരുതി വെള്ളമൊഴിക്കുന്ന ഒരു വീഡിയോ ചെറുതായിട്ട് എടുത്താണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ നിറമില്ലേ ചെടികളുടെ ഒരു പച്ചയും ഗോൾഡൻ കളറും ഒക്കെ കയറി വരുന്നത്, അങ്ങനെയുള്ള ഇലച്ചെടികളോട് ഭയങ്കര ഒരു താല്പര്യമാണ്. എന്താണെന്നറിയില്ല, കാണാൻ ഭയങ്കര ഒരു ഫീല് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചയിൽ ഇളം പച്ച കളർ കയറി വരുന്ന ഇലച്ചെടികൾ. പിന്നെ റോസാപ്പൂക്കൾ ഇഷ്ടമാണ്.